കയ്യിൽ 2 ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പൊള്ളുന്ന ചൂടില് നല്ല ടേസ്റ്റിയും എളുപ്പത്തിലും റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു ഡ്രിങ്ക് ഒന്ന് റെഡിയാക്കി നോക്കൂ ട്ടോ. നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ദാ ഇതുപോലൊരു ഗ്ലാസ് കുടിച്ചാലുണ്ടല്ലോ വയറും മനസ്സും ഒരുപോലെ നിറയും. അതിനായിട്ട് മീഡിയം വലിപ്പമുള്ള ഒരു 2 ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി 2 ഏലക്കയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമില് ദാ ഇതുപോലെ നന്നായിട്ട് ഒന്നുങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 വിസിലാട്ടോ കേൾപ്പിച്ചെടുത്തത്. വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം ഒന്നും കളയണ്ട ട്ടോ. ആ വെള്ളത്തെ പോലെ തന്നെ ചേർത്ത് കൊടുക്കണം. മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയും നന്നായിട്ട് തണുപ്പിച്ച 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ദാ ഇതുപോലെ എല്ലാം കൂടി ഒന്നുങ്ങ് അടിച്ചെടുത്തോണ്ട് വരാം. ബാക്കി 1/2 കപ്പ് പാല് ദാ ഇതേപോലെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി തണുത്ത വെള്ളം ചേർത്ത് ഒന്നുങ്ങ് യോജിപ്പിച്ചാൽ മതി. അതൊന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി കുതിർത്തി വെച്ച ചിയാ സീഡും അതേപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്ത ആപ്പിളും കൂടി ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അനാറും ചെറുപഴവും ഒക്കെ കട്ട് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ. അതേപോലെ തന്നെ വാനില ഐസ്ക്രീം ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടാവും. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.